കാര്യങ്ങളുടെ ഇത് പറയുന്നു. ഏതെല്ലാം നമ്മുടെ മനസ്സിലുള്ള ശോകമോഹ ഭയങ്ങളെല്ലാം. അതാണ് ഭഗവാൻ പ്രലംബാസുരൻ വന്നതും അത് ഭഗവാൻ ഒഴികെ മറ്റാർക്കും ആ പ്രലംബാസുരന് അസുരനാണെന്ന് മനസ്സിലായില്ല. ഭഗവാൻ ഇതെല്ലാം അറിയാം. നമുക്കൊന്നും ഭഗവാനെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആ പ്രലംബാസുരൻ സത്രത്തിൽ സൂത്രത്തിൽ ശ്രീകൃഷ്ണന്റെ ഭാഗം ചേർന്ന് ബലരാമനുമായിട്ട് അടി തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാൻ സീതാമനോട് അടിച്ചു തോറ്റു. സീതാമാവിനെ ചുമലിൽ വെച്ച് നടന്നത് ഭക്തദാസനാണ് താൻ എന്നുള്ളത് വ്യക്തമാക്കി. ഭക്തന്റെ ദാസനാണ് എന്നുള്ളത് വ്യക്തമാക്കി ബലരാമനോട് പ്രലംബൻ അടിച്ചു തോറ്റു. അങ്ങനെ ബലരാമനെയും ചുമലിലേറ്റി നടന്നു. ഇറക്കാൻ നിശ്ചയിച്ച സ്ഥലത്ത് എത്തിയിട്ട് ബലരാമനെ ഇറക്കാതെ തൻ്റെ യഥാർത്ഥമായ അസുരരൂപമെടുത്തു. എന്നിട്ടാണ് അവിടെ ഇറക്കേണ്ട സ്ഥലത്ത് പോയിട്ട് ഇറക്കില്ല. ബലരാമനെ തോളിലെടുത്തുകൊണ്ട് നടക്കുകയാണ്. അസുരരൂപമെടുത്ത് വേഗത്തിൽ ഓടിത്തുടങ്ങി. ഇത് കണ്ട് ബലരാമൻ അല്പം ഒന്ന് ഭയപ്പെട്ടു. തോളിയിരിക്കുന്ന ബലരാമൻ അല്പം ഒന്ന് ഭയപ്പെട്ടിട്ട് അനുജന്റെ മുഖത്ത് നോക്കി. ഭഗവാന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. അപ്പോൾ കാര്യമൊക്കെ മനസ്സിലായി. അവൻ ചെയ്തോട്ടെ, ഇതൊക്കെ എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. മുഷ്ടി ചുരുട്ടിയിടിച്ച് മൂർധാവിൽ ഒറ്റയിടി കൊടുത്തു. പ്രലംബൻ ചത്തു വീഴുകയും ചെയ്തു. ബലരാമൻ പ്രലംബാസുരനെ കൊന്ന കണ്ടപ്പോൾ ഗോപന്മാരും ശ്രീകൃഷ്ണൻ ബലരാമനെ പുകഴ്ത്തി സ്തുതിച്ചു. അപ്പം ഇതാണ് പ്രലംബാസുരൻ്റെ ചെറിയ രീതിയിലുള്ള കഥ. അപ്പം നമുക്കിനി ശ്രീമദ് ഭാഗവത്തിലൂടെ ചില ശ്ലോകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വിവരണത്തിൽ കേൾക്കാം. അധ കൃഷ്ണ പരിവൃതോ ജ്ഞാതിഭിർമുദിമുക്താത്മതി അനുഗീയമാനോ നിവിശത് വൃജം ഗോകുലമണ്ഡിതം. ശ്രീ സുഖദേവ് സ്വാമി പറയുകയാണ് കാളിയമർദ്ദനവും കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടലും കഴിഞ്ഞ ശേഷം സന്തോഷിച്ച് മനസ്സോടുകൂടിയ ബന്ധുക്കൾ ശ്രീകൃഷ്ണനെ ചുറ്റും കൂടി കൃഷ്ണന്റെ അത്ഭുത കർമ്മങ്ങൾ പാടിക്കൊണ്ട് പശുക്കൂട്ടങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഗോകുലത്തിൽ പ്രവേശിച്ചു. വൃജേ വിക്രീഡിതോരേവേ ഗോപാലോച്ചതം മമായ ഗ്രീഷ്മോ നാമർധുര ഭവനാതിർപ്രയാൻ ശരീരിണാം. പശുക്കളെ പരിപാലിക്കുക എന്ന വ്യാജേന തങ്ങളുടെ ഇച്ഛാശക്തിയെ ഇപ്രകാരം കാട്ടിക്കൊടുത്തുകൊണ്ട് ബഹുവിധമായ അത്ഭുത ലീലകളാടി രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ കാലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഹികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗ്രീഷ്മം, അതാണ് ഗ്രീഷ്മം വന്നു കഴിഞ്ഞാൽ ചൂടുകാലത്ത് വേനൽക്കാലത്ത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഭയങ്കര അതും കിച്ചണിൽ അടുക്കളയിലൊക്കെ ഒന്ന് ജോലി ചെയ്യാൻ എന്ത് കഷ്ടപ്പാടിലായിരിക്കും അമ്മമാരൊക്കെ ചെയ്യണത്. അപ്പോൾ ഭയങ്കര ദൗർലഭ്യം, കരിഞ്ഞുണങ്ങിയ ഭൂമിയും. ഇപ്പോൾ ആണെങ്കിൽ ഗൾഫ് ദേശങ്ങളിലൊക്കെ 52-55 ഡിഗ്രിയൊക്കെ ചൂടാണ്. അപ്പോൾ അവിടെയുള്ളവർ പറയണു എന്താ ചൂട്, ഇവിടെ ഭയങ്കര മഴ, ഇവിടെ കാലാവസ്ഥ മഴയാണെങ്കിലും എന്ത് സുഖകരമായിട്ട് നമുക്ക് തണുപ്പാണെങ്കിലും വളരെ സുഖമായിട്ട് വീട്ടിലിരിക്കുകയും ഇങ്ങനെ സൂമിലൊക്കെയുള്ള സത്സംഗത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇപ്പം 52 ഡിഗ്രി എന്നാണ്. അപ്പോൾ ഗ്രീഷ്മകാലത്ത് അങ്ങനെയുള്ള വേനൽക്കാലം ഗ്രീഷ്മകാലത്ത് അതിഭയങ്കരമായ വേനലായിരിക്കും. സഹിക്കാൻ കഴിയാതെ ഉഷ്ണവും ജലദൗർലഭ്യവും കരിഞ്ഞുണങ്ങിയ ഭൂമിയും ആരും ഇഷ്ടപ്പെടുകയില്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കട്ടെ ഈ ഭൂമുഖത്ത്. സജവൃന്ദാവനേ ഗുണൈർവ സന്ത ഇവ ലക്ഷിതം എത്രോസ്തേ ഭഗവാൻ സാക്ഷാത് രാമേണ സഹ കേശവ. എന്നാൽ വൃന്ദാവനത്തിലെ ഗുണങ്ങൾ കൊണ്ട് ഗ്രീഷ്മവും വസന്തകാലം പോലെ കാണപ്പെട്ടു. ഭഗവാൻ കൃഷ്ണൻ രാമനോടുകൂടി പ്രത്യക്ഷമായിട്ട് വസിക്കുന്നിടത്ത് വസന്തം പോലെ അനുഭവപ്പെട്ടു. അതെ, ഭഗവാനുള്ളടുത്ത് വസന്തമായിരിക്കും. അതാണ് എത്ര നിത്സര നിർഹാദ്ര നിവർത്തസ്വന ചില്ലികം ശശ്വതീകരോർജിഷുദ്രമണ്ഡലമണ്ഡിതം. സമീപത്തുള്ള പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളുടെ കളകളെ ശബ്ദം അതിലുള്ള
കഠോര പ്രാണികളുടെ ശബ്ദം നിസ്സാരമാക്കുന്നു. എല്ലായ്പ്പോഴും നദികളുടെ ജലഗണങ്ങളാൽ സ്നിഗ്ധമായ വൃക്ഷസമൂഹത്താൽ അലങ്കൃതമായി കൊണ്ടിരിക്കുന്നു. ഇടതങ്ങിയ ധാരാളം വൃക്ഷസമൂഹങ്ങൾ തഴച്ചു നിൽക്കുന്നു സാരം. സലിത്സരപ്രസവോണോർമീ വായുനാ കൽഹാരകുഞ്ചിതോൽപലരേണു ഹാരിണാം നവിദ്യതേയത്ര വനൗകൃസാന്തവോ നിധാകവന്യാർക്കവോ ദൃശാത്തല. വൃന്ദാവനത്തിലെ കൂടി ഒഴുകുന്ന നദികളിലും അവിടെയുള്ള തടാകങ്ങളിലും ഗിരിപ്രഭാങ്ങളിലുള്ള തിരമാലകൾ തട്ടിക്കൊണ്ട് അവിടെ വിരിയുന്ന കൽഹാരം, താമര, ആമ്പൽ തുടങ്ങിയ പൂക്കളിലുള്ള പൂമ്പൊടിയും ഹരിച്ചുകൊണ്ട് വീശുന്ന ശീതളമായ കാറ്റുള്ളതിനാൽ ഉഷ്ണകാലത്തുള്ള തീയിൽ നിന്ന് സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന കടുത്ത ചൂട് വനത്തിൽ വസിക്കുന്ന പ്രാണികൾക്ക് അനുഭവപ്പെടുന്നില്ല. അഗാധതോയ ഹൃദ്രീനാഡോർമി ദ്രവപരിപുരുഷ്യാം പുളിനൈ സമന്തത ന എത്ര ചണ്ടാ ശുവരാ വിഷ്ലോ ബാണഭുവോരസമ സ്വാദലീതം ചഗ്രഹണേത്. ആഴത്തിൽ ജലം നിറഞ്ഞു കിടക്കുന്ന ഹൃദ്രങ്ങളുടെ തടങ്ങളിൽ എപ്പോഴും അടിക്കുന്ന തിരമാലകൾ നിമിത്തം അതിലെ മണൽത്തട്ടുകൾ ഇടിഞ്ഞ് നാലുഭാഗത്തും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജലത്താൽ അലിഞ്ഞ് ചെളികെട്ടിക്കിടക്കുന്ന വൃന്ദാവന ഭൂമിയിലെ ശൈത്യവും നിറഞ്ഞു കിടക്കുന്ന പച്ചപ്പുൽ തകിടികളിലും നിമിത്തം ഉഷ്ണകാലത്ത് വിഷം പോലെ തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യകിരണങ്ങൾ ജലം വറ്റിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വനം കുസുമിതം ശ്രീമദച്ചിത്ര മൃഗജ്യുതം ഗായന്നയൂരഭ്രമരം കുജത് കോകിലസാരസം. എന്താ എന്നും പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളാൽ വൃന്ദാവനം ശോഭിച്ചിരിക്കുന്നു. പലതരം പക്ഷികളും മൃഗങ്ങളും സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ ശബ്ദം കൊണ്ടിരിക്കുന്നു. തേനുണ്ട് മുരണ്ട് നടക്കുന്ന വണ്ടുകളുടെയും ശൈത്യം നിമിത്തം സന്തോഷിച്ച് സഞ്ചരിക്കുന്ന മയിലുകളുടെയും സാരസ പക്ഷികളുടെയും കുയിലുകളുടെയും മനോഹര ഗാനങ്ങളിൽ വനം നിറഞ്ഞിരിക്കുന്നു. അതാണ് വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ എല്ലാം പക്ഷികളും മയിലുകളും ഒക്കെ അട്ടഹസിച്ചിങ്ങനെ നടക്കുകയാണ്, സന്തോഷിച്ചതാണ്. ഭഗവാന്റെ ഒരു കൃപയാണത്. വനങ്കുസുമിതം ശ്രീമന്നദച്ചിത്രമൃഗദ്വിജം ഗായ മയൂരഭ്രമരം കുജത് കോകിലസാരസം. എന്നും പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളാ വൃന്ദാവനം ശോഭിച്ചിരിക്കുന്നു. പലതരം പക്ഷികളും മൃഗങ്ങളും സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. തേനുണ്ട് മുരണ്ടു നടക്കുന്ന വണ്ടുകളുടെയും ശൈത്യ നിമിത്തം സന്തോഷിച്ച് സഞ്ചരിക്കുന്ന മയിലുകളുടെയും സാരസ പക്ഷികളുടെയും കുയിലുകളുടെയും മനോഹര ഗാനങ്ങൾ വനം നിറഞ്ഞിരിക്കുന്നു. ക്രീഡിഷ്യാമാണസ്തത് കൃഷ്ണോ ഭഗവാൻ ബാലസംയുധ വേണും വിരണയൻ ഗോപൈർഗോധന സമൃദ്ധോ വിശീർഷൻ. ആ വനത്തിൽ കളിക്കാനുള്ള ആഗ്രഹത്തോടെ ബലരാമനോടും ഗോപകുമാരന്മാരോടും ഗോക്കളോടും കൂടി ഉച്ചത്തിൽ വേണുഗാനം മുഴക്കിക്കൊണ്ട് പ്രവേശിച്ചു. ഭഗവാനും ബലരാമനും കൂട്ടുകാരും ഒക്കെ വരുവാണ്. എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ആ വനത്തിൽ കളിക്കാനുള്ള ആഗ്രഹം. ഭഗവാന്റെ ദാവാഗ്നി മോക്ഷമൊക്കെ കഴിഞ്ഞിട്ട് സർവശകനായ അഗ്നിയെ ശമിപ്പിച്ച ശേഷം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പശുക്കൾ, പശുക്കുട്ടികൾ എന്നിവരാൽ ചുറ്റപ്പെട്ട് അവരുടെ ഗാനങ്ങളാൽ പ്രകീർത്തനായി കൃഷ്ണൻ സദാ നിറയെ പശുക്കളുടെ വൃന്ദാവനത്തിൽ വീണ്ടും പ്രവേശിക്കുകയാണ്. പ്രവേശിച്ച് അവിടെ ഗോപബാലന്മാരുടെയും ബാലികമാരുടെയും മധ്യത്തിൽ കൃഷ്ണനും ബലരാമനും വൃന്ദാവന ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് അപ്പോഴാണ് വേനൽക്കാലം വരുന്നതും അത്യാധികമായ ചൂടുമൂലം ഇന്ത്യയിൽ വേനൽക്കാലത്ത് അത്രയൊന്നും ആരും സ്വാഗതം ചെയ്യാറില്ല, അല്ലേ? നമ്മളൊക്കെ അറിയാവുന്നതാണ്. വേനൽക്കാലത്തെ ഗ്രീഷ്മകാലത്തെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. അപ്പം അങ്ങനെ അവിടെ വേനൽക്കാലവും വസന്തകാലവും ഒക്കെ നന്നു തുടങ്ങി. ബ്രഹ്മദേവൻ, ശിവൻ എന്നിവരുടെ പോലും നിയന്താക്കളായ ഭഗവാൻ കൃഷ്ണനും ബലരാമനും അവിടെ വസിക്കുന്നത് കൊണ്ട് ഇത് സാധ്യമായത്. സദാ ജലപ്രവാഹമുള്ള അനേകം വെള്ളച്ചാട്ടങ്ങൾ വൃന്ദാവനത്തിലുണ്ട്. ചീവീടുകളുടെ ശബ്ദത്തെ വിഴുങ്ങിക്കളയുന്ന തരത്തിൽ അവയുടെ ഒച്ച അതീവ ഹൃദ്യമായിരുന്നു. വൃന്ദാവനത്തിലെ ജലപ്രവാഹങ്ങളുടെ ശബ്ദം, അവയുടെ ഒച്ച അതീവ ഹൃദ്യമായിരുന്നു. എല്ലായിടത്തും വെള്ളം ഒഴുകുന്നതിനാൽ ആ വനപ്രദേശം സദാ ഹരിതഭവും ചേതോഹരവുമായിരിക്കും, അല്ലേ? വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണിധാമ രതനമ. അതാണ് വൃന്ദാവനത്തിലെ പലതരം പല രസകരമായ കാര്യങ്ങളാണ്. അവിടെ പോയവർക്കൊക്കെ അറിയാം. വൃന്ദാവനത്തിൽ പോകണം എല്ലാവരും.
വൃന്ദാവനവാസികൾ സൂര്യൻ്റെ പൊള്ളുന്ന ചൂടോ ഗ്രീഷ്മത്തിൻ്റെ ഉന്നത ഉഷ്മോ ഒരിക്കലും ശല്യമുണ്ടാക്കാറില്ല. വൃന്ദാവനത്തിൽ തടങ്ങൾ ചുറ്റും പച്ചപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ടാവും. തടാകത്തിൽ കൽഹാര കഞ്ചതോൽഫലം പോലുള്ള പലതരം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കും. അവയിൽ സുരഭികളായ പുഷ്പരേണുക്കൾ വഹിച്ചുകൊണ്ടുള്ള മന്ദപവനൻ വൃന്ദാവനത്തിൽ വീശിക്കൊണ്ടിരിക്കും. യമുനയിലും തടാകങ്ങളിലും ഓളങ്ങളിൽ നിന്ന് അതുപോലെ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും കാറ്റിൽ പറന്നു വരുന്ന ജലശിഖരങ്ങൾ വൃന്ദാവനവാസികളുടെ ശരീരത്തെ സ്പർശിച്ചു. സുഖകരമായ കുളിർമ പകർന്നിരുന്ന അതിനാൽ ഗ്രീഷ്മകാലം അവർക്ക് ഒട്ടും ശല്യമുണ്ടാക്കിയില്ല. പക്ഷേ ഗ്രീഷ്മം വന്നാലും ചൂട് വന്നാലും വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നദീജലങ്ങളുടെ എല്ലാം ആ ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ അവിടെ ആ ഒരു അവിടുത്തെ താരും തളിരും അണിഞ്ഞു നിൽക്കുന്ന തരുനിരകൾ വരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ, എന്തെല്ലാം രസകരമായ ഭംഗിയായ കണ്ണിന് ഇമ്പം നൽകുന്ന ആ വൃന്ദാവനത്തിലെ കാര്യങ്ങളൊക്കെ. പിന്നെന്താ, പൂമ്പൊട്ട് ചാർത്തിയ തടാകങ്ങൾ, പുള്ളിമാനുകൾ കൂത്താടുന്ന പുൽപ്പരപ്പുകൾ, കളകളം ചെയ്ത് അങ്ങുമങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികൾ, കേകാരവം മുഴക്കി നർത്തനം ചെയ്യുന്ന മയിലുകൾ, പഞ്ചമം പാടുന്ന കുയിലുകൾ, അതാണ് പഞ്ചമം പാട്ട്, മൂളിപ്പറക്കുന്ന തേനീച്ചകൾ. ഇങ്ങനെ വൃന്ദാവനം ഏറ്റവും ചേതോഹരമായി കാണപ്പെട്ടു. ആ രസം അതൊന്ന് മനസ്സിലെല്ലാവരും ഒന്ന് ഓർത്തു നോക്കണം. നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ നിൽക്കുകയാണ്. സന്തോഷത്തിൻ്റെ നിറകുടമായ കൃഷ്ണൻ ബലരാമനുമൊത്ത് ഗോപാലന്മാർ എന്നിവരാൽ അനുഗതനായി ഈ രമ്യമായ പുണ്യപൂരം വൃന്ദാവനത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കുഴലും വിളിച്ച് വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. ആരാ? ഭഗവാൻ. മയിൽപ്പീലി പോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും പുതുതായി പൊടിച്ച തളിരുകളും നിറഞ്ഞ പച്ചില കാടുകളിലേക്ക് അവർ കടന്നു. അത്തരം പൂക്കൾ കൊണ്ടുള്ള മാല്യങ്ങളും ഗോപിചന്ദനം കൊണ്ട് അവർ അലങ്കൃതരായിരുന്നു. അതാണ് ഗോപിചന്ദനം. നമ്മൾ ഒക്കെ തിലകം ചേർത്താറുണ്ട്. വൈഷ്ണവ തിലകം എന്നാണ് പറഞ്ഞതിന്. ഗോപിചന്ദനം, അതായത് ഗോപികൾ രാസനൃത്തമാടിയ ആ അവിടുത്തെ പട്ടുപോലത്തെ മണ്ണാണ് ഈ ഗോപിചന്ദനമായിട്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട് സുലഭമായിട്ട്. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പേടി, ഭയ അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റം കിട്ടും. അതാണ് ഗോപിചന്ദനം തൊട്ടാലുള്ള പ്രത്യേകത. ആ ഗോപിചന്ദനം 12 സ്ഥലത്ത് കേശവായ നമോ, മാധവായ നമോ, ഗോവിന്ദായ നമോ, വിഷ്ണുവേ നമ, ഓമ പ്രദ്യുമ്നായ നമ, അനിരുദ്ധായ നമ, ഋഷികേശായ നമ, വാസുദേവായ നാരായണായ നമ എന്നൊക്കെ പറഞ്ഞ് 12 സ്ഥലങ്ങളിൽ നമ്മൾ തുടരണമെന്നും ആ വൈഷ്ണവ തിലകം. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ധരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം പോലെയാണ് ഇതൊക്കെ. അപ്പം ഈ 12 നാമങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ശരീരഭാഗത്ത് ഈ വിഗ്രഹങ്ങളൊക്കെ തൊടുന്നത് അത് വൃന്ദാവനത്തിൽ കിട്ടും. വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെ പലരും പല കടയിലും ഉണ്ട് ഗോപിചന്ദനം എന്ന് പറയും. അപ്പോൾ ആ ഗോപിചന്ദനമൊക്കെ തൊട്ട് അലങ്കൃതമായിട്ട് പാട്ടും കൂത്തും മൽപ്പിടുത്തവും ഒക്കെ ആയിട്ട് അവർ അട്ടഹസിച്ച് ആടി. കൃഷ്ണൻ നൃത്തം ചെയ്തപ്പോൾ ഗോപബാലന്മാരിൽ ചിലർ പാട്ടുപാടി, മറ്റു കുഴലൂതി, ചിലർക്ക് ആഹളം മുഴക്കി, ഇനി ചിലർ കൃഷ്ണനെ അനുമോദിച്ചു, കൈകൊട്ടി. സഹോദരാ, ഇത്ര മനോഹരമാണ് നിന്റെ നൃത്തം അല്ലേ? ഭഗവാൻ ബലരാമൻ പറയുകയാണ്, എത്ര മനോഹരമാണ്. ഗോപന്മാരുടെ വേഷമണിഞ്ഞിരിക്കുന്ന ഈ ദേവന്മാർ കൃഷ്ണനെ നൃത്തം ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. ദേവന്മാരൊക്കെ വേഷമൊക്കെ ധരിച്ച് ഗോപന്മാരുടെ വേഷമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എല്ലാം ധരിച്ച് ഭഗവാനെ കൃഷ്ണനെ നൃത്തം ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നൃത്തം നമ്മൾ കാണുമ്പോഴത്തേക്കും പ്രോത്സാഹിപ്പിക്കും അല്ലേ? നമ്മുടെ കുട്ടികളെയൊക്കെ നൃത്തം ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ എത്ര മനോഹരമാണ് നിന്റെ നൃത്തം. വാസ്തവത്തിൽ ഈ കുട്ടികളെല്ലാം കൃഷ്ണന്റെ ലീലകളിൽ അവനെ സഹായിക്കാനായി ഉപരിലോകങ്ങളിൽ നിന്നെത്തിയ ദേവന്മാരാണ് അല്ലേ? ഉപരിലോകങ്ങളിൽ നിന്നെത്തിയ ദേവന്മാരാണ് കൃഷ്ണന്റെ ലീലകളിൽ സഹായിക്കാനെത്തിയത് ദേവന്മാർ. ഗോപന്മാരുടെ വിഷമണിഞ്ഞിരിക്കുന്ന ഈ ദേവന്മാർ കൃഷ്ണനെ നൃത്തം ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. ഒരു യഥാർത്ഥ കലാകാരൻ മറ്റൊരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ചൂടാകർമ്മം, ആദ്യമായി മുടി പറിക്കുന്ന ചടങ്ങ്, അതാണ് ചൂടാകർമ്മം എന്ന് പറയുന്നത്. അതൊരു സംസ്കാരമാണ്. അതിന് വളരെ യജ്ഞവും ഹോമമൊക്കെ ചെയ്ത് നടത്തുന്ന ഒരു യജ്ഞമാണ് ചൂടാകർമ്മം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തലമുടി മുറിക്കുന്നത്. ഇപ്പോഴും അത് പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നടന്നിരുന്നില്ല. അതിനാൽ അവരുടെ മുടി കട്ട പിടിച്ച് കാക്കത്തൂവല് പോലെയായിരുന്നു. അവർ കളിക്കൂട്ടുകാരുമായി ഒളിച്ച് കളിച്ച് ഓടിയും ചാടിയും പരസ്പരം മല്ലടിച്ചും അവർ സമയം കഴിച്ചു. കൂട്ടുകാർ പാടുകയും ആടുകയും ചെയ്തപ്പോൾ
കൃഷ്ണൻ അവരെ പ്രശംസിക്കും. ചങ്ങാതിമാരെ, നിങ്ങൾ എത്ര ഭംഗിയായി പാടുന്നു! എന്ത് ചന്തമാണ് നിങ്ങളുടെ നൃത്തം കാണാൻ! നെല്ലിക്ക കൊണ്ട് മണിയുടെ ആകൃതിയിലുള്ള മറ്റു ഫലങ്ങൾ കൊണ്ടും അവർ പന്ത് കളിച്ചു. അങ്ങനെ പന്ത് പല പല രീതിയിൽ, ചെറിയ പന്ത്, വലിയ പന്ത്, ഉണ്ണിപ്പന്ത്, അങ്ങനെ പല പല പന്തുകൾ നമ്മൾ ഓല കൊണ്ടൊക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓല കൊണ്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കും പന്ത്. അത് ചെറുതുണ്ട്, വലുതുണ്ട്, 3-4 ടൈപ്പ്. ഉണ്ണിപ്പന്ത്, ചെറിയ പന്ത്, വലിയ പന്ത്. ഈ പന്തിനെ എറിഞ്ഞ് കളിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് പല രീതിയിലുള്ള കളിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ പിന്നെന്താ, ഭഗവാൻ അവിടെ കളിച്ചിരുന്നു. പിന്നെ കൂട്ടുകാരുമൊത്ത് കണ്ണ് കെട്ടി കളിക്കാറുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ കളി, കണ്ണ് കെട്ടി കളി. പിന്നെ പലപ്പോഴും പലതരം പക്ഷികളെയും മാനുകളെയും അവർ അനുകരിച്ചിരുന്നു. പല പല സൗണ്ടൊക്കെ ഉണ്ടായി. കോ കോ പ്രീ പ്രീ എന്നൊക്കെ ഊതില്ലേ, തവളകളുടെ ക്രോങ്കാരത്തെ അനുകരിച്ച് പരസ്പരം കളിയാക്കി. മരത്തണലിൽ ഊഞ്ഞാലാടി. ചിലപ്പോൾ രാജാവും പ്രജകളും കളിച്ചു. പല പല കളി. ഇപ്രകാരം കൃഷ്ണനും ബലരാമനും കൂട്ടുകാരുമൊത്ത് എല്ലാത്തരം വിനോദങ്ങളിലും ഏർപ്പെട്ടു. നദികളും തടാകങ്ങളും ചിറ്റരുവികളും ഭംഗിയുള്ള വൃക്ഷങ്ങളും പൂക്കളും കായികനികളും നിറഞ്ഞ് ശാന്തിയരുളുന്ന വൃന്ദാവനത്തിൽ അന്തരീക്ഷം വേണ്ടുവോളം ആസ്വദിച്ചു. അപ്പം ഈ കളികളിലൊക്കെ പല പല കളിയുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാധനം നമ്മുടെ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യണേ? ആ പ്രദേശത്തുള്ള ആ സ്ഥലത്ത് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കും. എന്നിട്ട് ഉറുമ്പിനെ പിടിച്ച് കൂന വെച്ചിട്ട് അതിന് മുകളിൽ വയ്ക്കും. എന്നിട്ട് ആ ഉറുമ്പ് എങ്ങോട്ടാണ് പോണേ അത് പോയി അത് അങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ പല പല കളികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പം ഒരു നാൾ അവരിങ്ങനെ അതീന്ദ്ര ലീലകളിൽ ലയിച്ചിരിക്കുമ്പോൾ പ്രലംബൻ എന്നുള്ള പേരുള്ള, അപ്പം ഇങ്ങനെയുള്ള കളികളൊക്കെ രസിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രലംബാസുരൻ വരുന്നത്. പ്രലംബൻ എന്ന പേരുള്ള പ്രബലനായ ഒരു അസുരൻ, വളരെ പ്രബലനാണ് ഈ അസുരൻ. അവരുടെ കൂടെ ചേർന്ന് കൃഷ്ണനെയും ബലരാമനെയും തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാനിൽ അവരെല്ലാം ഈ കളിയുടെ കൂടെ ചേർന്നു. അല്ലേ? നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. കുട്ടികളെ പിള്ളേരെ പിടുത്തക്കാർ, കുട്ടികളെ പിടിക്കാൻ വന്നവർ ഏതെല്ലാം രീതിയിലാണ് വന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ആ കുട്ടിയെ കൊണ്ടുപോകും. അതുപോലെ മറ്റുള്ള അന്യദേശത്തുള്ള സ്ത്രീകൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥകളൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ കൃഷ്ണനെയും ബലരാമനെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഗോപബാലനായി കേളി ആടുകയാണെങ്കിലും കൃഷ്ണൻ പരമ്പരകളായ ഭഗവാൻ എന്നതിൽ ത്രികാലജ്ഞാനിയറിയാം. ഭഗവാന്റെ അടുത്ത് ഈ പരിപാടിയൊന്നും നടക്കില്ല. ഭഗവാൻ ഇതെല്ലാം അറിയാം. എവിടെയാണ്, ആരാണ്, എന്താണ്, ആരെ പിടിക്കാനാണ് വന്നത്, എന്താണ് നിന്റെ മനസ്സിലെന്ന് വരെയും ഭഗവാൻ അറിയാം. നേരത്തെ പറഞ്ഞതല്ലേ. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ ത്രികാലജ്ഞാനിയായിരുന്നു. അതിനാൽ പ്രലംബാസുരൻ തങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നപ്പോൾ പ്രലംബാസുരൻ കൂട്ടത്തിൽ ചേർന്നിരിക്കുക, ഭഗവാന്റെ കൂട്ടത്തിലാണ് ചേർന്നിരിക്കുന്നത്. അവനെ എങ്ങനെ നിഗ്രഹിക്കണമെന്ന് ആയിരുന്നു കൃഷ്ണന്റെ ചിന്ത. അപ്പോൾ കള്ളൻ നമ്മുടെ കപ്പലിൽ തന്നെ ഉണ്ട്. അപ്പം ആ കള്ളനെ നിഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പം അതിന് പരിപാടിയിട്ട് കൃഷ്ണന്റെ ചിന്ത ഇനി കൃഷ്ണന്റെ കൂട്ടത്തിലാണ് കൂടിയിരിക്കണം. അപ്പം എങ്ങനെയാണ് നിഗ്രഹിക്കുക എന്നുള്ള പരിപാടിയിലാണ് ഭഗവാൻ. എന്നാൽ പുറമേക്ക് അവനെ സുഹൃത്തായി സ്വീകരിച്ചു. പുറമേക്ക് കളിച്ചിരിച്ച് സുഹൃത്തൊക്കെ ആയിട്ട് സ്വീകരിച്ചിട്ട്, ഹായ് പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളെ തങ്ങളുടെ ലീലകളിൽ പങ്കുചേരാൻ വന്ന് വളരെ നന്നായി, അങ്ങനെ സ്വാഗതം ചെയ്തു. അല്ലേ? ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തി തുടർന്ന് കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി അവരോടായി പറഞ്ഞു, ഇനി നമ്മൾ ജോഡികളായി തിരിഞ്ഞ് പരസ്പരം മത്സരിക്കാം. അപ്പം രണ്ടാമതൊരു കളി തുടങ്ങാൻ പോവാം. അപ്പം തിരിഞ്ഞു വന്ന് പരസ്പരം ജോഡികളായിട്ട് എല്ലാവരും ഈ നിർദ്ദേശത്തോട് യോജിച്ചു. ചിലർ കൃഷ്ണന്റെ പക്ഷത്തും മറ്റു ചിലർ ബലരാമന്റെ പക്ഷത്തും ചേർന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ പരാജയപ്പെടുന്നവർ വിജയികളെ മുതുകിലേറ്റി കൊണ്ടു നടക്കണം. അതാണ് അവരുടെ ഒരു ആ കളിയിലുണ്ടായത്. പരാജയപ്പെടുന്നവർ വിജയികളെ മുതുകിലേറ്റി കൊണ്ടു നടക്കണം. അവർ കളി തുടങ്ങി. ഒപ്പം പാണ്ഡീരവനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന പശുക്കളുടെ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്തു. പാണ്ഡീരവനത്തിലേക്ക് പശുക്കളൊക്കെ കൂടെ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പശുവും പശുക്കിടാങ്ങളും പൗകണ്ഡ പ്രായമല്ലേ. അപ്പം ആ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കളികൾ കളിക്കും. അതിലേക്ക് പശു വെള്ളത്തിൽ പോവും, അതിലേക്ക് പശുവിനെ പിടിക്കാൻ പോവും,
അതിനിടയ്ക്ക് പല പല കളികളാണ്, എന്തെല്ലാം രീതിയിലുള്ള. അതിനിടയ്ക്ക് മരത്തെ കിടക്കണതൊക്കെ എറിഞ്ഞിടും, അത് വെച്ച് എറിയും, ചിലർക്ക് അപകടങ്ങൾ പറ്റും. അങ്ങനെ ശ്രീരാമനും വൃഷധനും ഉൾപ്പെടെ ബലരാമൻ്റെ കക്ഷിയാണ് മത്സരത്തിൽ. അങ്ങനെ പാണ്ഡിരവനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പശുക്കളുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രീരാമനും വൃഷധ്വനും ഉൾപ്പെടെ ബലരാമൻ്റെ കക്ഷിയാണ് ഈ ഇതിൽ മത്സരത്തിൽ ജയിച്ചത്. മുതുകിലേറ്റി കൊണ്ടു നടക്കുമല്ലേ, മുതുകിലേറ്റി നടക്കണം. അപ്പം ആ മത്സരത്തിൽ ജയിച്ചത്. അതിനാൽ കൃഷ്ണന്റെ കക്ഷിക്കാർക്ക് ഇവരെ പാണ്ഡ്യവനത്തിലൂടെ മുതുകിലേറ്റി കൊണ്ടുപോകേണ്ടി വന്നു. അപ്പം ജയിച്ചത് എന്താ? ജയിച്ചവരെ മുകളിലേറ്റി കൊണ്ടു നടക്കണം. അതായിരുന്നല്ലോ അതിൻ്റെ വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പം പാണ്ഡ്യവനത്തിലേക്ക് മുതുകിലേറ്റി കൊണ്ടുപോകേണ്ടി വന്നു. പരമ്പൊരുളായ ഭഗവാന്റെ മുതുകിൽ ശ്രീധാമനായിരുന്നു. അപ്പം ഭഗവാൻ തോറ്റുപോയതുകൊണ്ടല്ല ഭഗവാൻ മുതുകിൽ ജയിച്ചവരെ കൊണ്ടുപോകുന്നത്. ഭദ്രസേനനെ ചുമന്നത് വൃഷഭൻ. അവരുടെ ക്രീഡകളെ അനുകരിച്ച് ഗോപകുമാരന്റെ രൂപത്തിൽ കൃഷ്ണന്റെ സംഘത്തിലുണ്ടായിരുന്ന പ്രലംബാസുരനെ മുതുകിലേറ്റി കൊണ്ടുവന്ന ബലരാമനാണ്. അവിടെയാണ് കളി നടക്കുന്നത്. ബലരാമനാണ് പ്രലംബാസുരനെ മുതുകിലേറ്റി കൊണ്ടുപോകുന്നത്, പാണ്ഡ്യവനത്തിലേക്ക് കൊണ്ടുപോയത്. അസുരന്മാരിൽ വമ്പനായിരുന്ന പ്രലംബൻ കൃഷ്ണനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് അവൻ കണക്കാക്കിയിരുന്നു. കൃഷ്ണനാണ് അസുരന്മാരിൽ വമ്പനായിരുന്നു പ്രലംബൻ. കൃഷ്ണനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് അവൻ കണക്കാക്കിയിരുന്നു. രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് കൃഷ്ണനെ അകറ്റി നിർത്താൻ വേണ്ടി പ്രലംബൻ ബലരാമനെ വഹിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോയി. പ്രലംബൻ നല്ല കരുത്തനായിരുന്നു. പക്ഷേ കരുത്തിൽ പർവ്വത തുല്യനായ ബലരാമനായിരുന്നു അവന്റെ കഴുത്തിൽ. പ്രലംബന്റെ കഴുത്തില് ബലരാമനായിരുന്നു, പക്ഷേ കരുത്തിൽ പർവ്വത തുല്യനായ ബലരാമനായിരുന്നു. അതെ, പ്രലംബന്റെ ശക്തി കലപ്പയൊക്കെ ആയിട്ടുള്ള രേവതി അമസ്തോസ്തു ഹലഗ്രാമ എന്ന് പറയുന്നത് ഹലഗ്രാമനാണ്. ആ കലപ്പയൊക്കെ ഏന്തി ഉള്ള ബലരാമനെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഗുരുതത്വത്തിൽപ്പെടുന്നതാണ്, നമുക്ക് ശക്തി തരും. ബലരാമനെ പ്രാർത്ഥിച്ചാൽ ഭൗതികമായും ആത്മീയമായും നമുക്ക് ഒരു ശക്തി തരും. അത് അത്രത്തോളം പവറാണ് ബലരാം ഭഗവാൻ. ബലരാമനായിരുന്നു അവൻ്റെ കഴുത്തിൽ. അതിനാൽ അല്പദൂരം ചെന്നപ്പോഴേക്കും ഭാരം അസഹനീയമായി അവന് തോന്നി. പ്രലംബൻ നല്ല കരുത്തനായിരുന്നു, പക്ഷേ കൃഷ്ണനെ അകറ്റി നിർത്താൻ വേണ്ടി പ്രലംബൻ ബലരാമനെയും വഹിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോയി. പ്രലംബൻ നല്ല കരുത്തനായിരുന്നു, പക്ഷേ കരുത്തിൽ പർവ്വതുല്യനായ ബലരാമനായിരുന്നു അവൻ്റെ കഴുത്തിൽ. ബലരാമന്റെ ഈ പ്രലംബന്റെ തോളില് ബലരാമനായിരുന്നു എന്നാ പറയുന്നത്. അല്പദൂരം ചെന്നപ്പോഴത്തേക്കും ഭാരം അസഹനീയമായി അവന് തോന്നി. അതെ, ഭാരം കൂടുതലാക്കാനും കുറവുണ്ടാക്കാനും ഒക്കെ നമുക്ക് ഭഗവാന് കഴിയും. അതിനാൽ അല്പദൂരം ചെന്നപ്പോഴേക്കും ഭാരം അസഹനീയമായി അവന് തോന്നി. അപ്പോൾ അവൻ തൻ്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് ആ രൂപത്തിൽ കനകകിരീടവും രത്നകുണ്ടലവും അണിഞ്ഞു നിൽക്കുന്ന അവൻ ചന്ദ്രബിംബത്തെ വഹിക്കുന്ന കരിമേഘം പോലെ കാണപ്പെട്ടു. ഹരേ കൃഷ്ണ. അവന്റെ ശരീരം മേഘമാർഗത്തോളം വളർന്നിരിക്കുന്നതായി ബലരാമന് തോന്നി. അവന്റെ കണ്ണുകൾ ജ്വലിക്കുന്ന പോലെ കാണപ്പെട്ടു. വായിൽ കൂർത്തുമൂർത്ത ദംഷ്ട്രകൾ മിന്നിത്തിളങ്ങി. ഈ രൂപമാറ്റം ബലരാമൻ ആദ്യം അല്പം ഒരു അത്ഭുതമുളവാക്കി. അതെ, അവന്റെ ശരീരം മേഘവർഗത്തോളം കാണപ്പെട്ടു. വായിൽ കൂർത്തുമൂർത്ത
കൂർത്തുമൂർത്ത ഈ രൂപമാറ്റം ബലരാമനിൽ ആദ്യം അല്പം ഒരു അത്ഭുതമുളവാക്കി. ഇതെന്ത് പറ്റി? ഈ വാഹകന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു രൂപഭേദം? എന്നാൽ തന്നെ വധിക്കാൻ വേണ്ടി ഒരു അസുരൻ കൂട്ടുകാരിൽ നിന്ന് തന്നെ അകറ്റിക്കൊണ്ടു പോവുകയാണെന്ന് സത്യം ബലരാമന് മനസ്സിലായി. അതായിരുന്നു കാര്യം. ബലരാമനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ രീതിയിലൊക്കെ കൊണ്ടുപോവാണ്. പക്ഷെ അവൻ എന്താ മനസ്സിലായി? തൽക്ഷണം അവൻ മുഷ്ടിയുരുട്ടി, ബലരാമൻ മുഷ്ടിയുരുട്ടി ബലരാമന്റെ തലക്കടിച്ച്. എങ്ങനെയായിരുന്നു? ഇന്ദ്രൻ പർവ്വതത്തിന് നേരെ വജ്രായുധം പ്രയോഗിച്ചതുപോലെയായിരുന്നു അവർ ആ അടി. ബലരാമന്റെ ഇടിയേറ്റ അസുരൻ തല തകർന്ന് സർപ്പത്തെ പോലെ ചത്തുവീണു. അവന്റെ വായിൽ നിന്ന് ചോരയൊഴുകി. ചത്തുവീഴുമ്പോൾ അസുരൻ ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് അലറി വിളിച്ചിരുന്നു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ പർവ്വതം തകർന്ന് വീഴുമ്പോൾ ഉണ്ടായ കഠോര ശബ്ദം പോലെയായിരുന്നു ആ അലർച്ച. കുട്ടികൾ മുഴുവൻ ഇത് കേട്ട് അവിടെ ഓടിയെത്തി. ആ ബീഭത്സ രംഗം കണ്ട് അവർ ബലരാമനെ അനുമോദിച്ചു. ബലഭേഷ്, നന്നായി, വളരെ നന്നായി. അത്യന്തം വാത്സല്യത്തോടെ അവർ ബലരാമനെ ആശ്ലേഷിച്ചു. ബലരാമൻ മരണത്തിന്റെ വായിൽ നിന്ന് മടങ്ങി വന്നതായി അവർ കരുതി. അവർ അങ്ങനെ ആശിസ്സുകൾ അർപ്പിച്ച് സന്തുഷ്ടരായ ദേവഗണങ്ങൾ ബലരാമന്റെ അതീന്ദ്ര ശരീരത്തിൽ പുഷ്പവൃഷ്ടി ചെയ്തു. ഒപ്പം ആശിസ്സുകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ പ്രലംബാസുരവധം എന്ന 18-ാം അധ്യായം ഭക്തിവേദാന്ത ഭാഷ്യം സമാപിക്കുന്നു. അങ്ങനെയാണ് പ്രലംബാസുരവധം നടന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണനെ കൃഷ്ണന് എല്ലാ കാര്യങ്ങളും അറിയാം നേരത്തെ തന്നെ. അപ്പം ഇത് കണ്ടിട്ടാണ് ഭഗവാനെ മറച്ചു വയ്ക്കാൻ ഒന്നും പറ്റില്ല. ഒരു കാര്യം ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. ത്രികാലജ്ഞാനിയായിരുന്നു അവർ. അപ്പം പരമ്പൊരുളായ ഭഗവാൻ എന്നതിൽ ത്രികാലജ്ഞാനിയും അതിനാൽ പ്രലംബാസുരൻ തങ്ങളുടെ കൂട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് ചേർന്നതെന്നും ഒക്കെ നിഗ്രഹിക്കാനായിരുന്നു എന്നുള്ള ആ ഭഗവാന്റെ ചിന്ത ഭഗവാന്റെ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാമായിരുന്നു. അങ്ങനെ പ്രലംബാസുരവധം ഇവിടെ സമാപിക്കുന്നു. ഇന്ന് പ്രലംബാസുരവധം വളരെ ചെറിയൊരു കഥയാണ്. നാളെ ദാവാഗ്നി പാനം, അതായത് ഈ ബലരാമനും ചങ്ങാതിമാരും പശുക്കളുടെ കാര്യം പറ്റി അലഞ്ഞു തിരിഞ്ഞ് ഇളംപുല്ലുകളിൽ ആകർഷകരായി വനഗർഭത്തിൽ വളർന്ന ആടുകളും പശുക്കളും എരുമകളുമെല്ലാം വനങ്ങളും നന്നായി. അതിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെയാണ് നാളെ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭഗവാനിൽ നിന്ന് നമുക്ക് ഒന്നും മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഭഗവത് സേവനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനോ കഴിയാൻ പറ്റില്ല. ഭഗവാൻ നമ്മളെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് കൃപ തരുകയും ചെയ്യും. അതാണ് അതിനുവേണ്ടി നമ്മൾ ഈ കലിയുഗത്തിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭഗവാന്റെ ഭക്തി ചെയ്യുക. അതിനുള്ള അവസരമാണ് നമുക്ക് വളരെ പ്രയോജനപരമായിട്ട് ഇങ്ങനെയുള്ള സത്സംഗത്തിലൂടെയും നാമജപത്തിലൂടെയും കഥകളിലൂടെയും ഒക്കെ കിട്ടിയിരിക്കുന്നത്. ആ കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഓരോ ഭഗവാന്റെ ലീലകളൊക്കെ പാടുന്നത് എന്തിനാ, പറയുന്നത് എന്തിനാ? നമ്മുടെ മനസ്സിലേക്ക് കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചിത്തം ശുദ്ധമായിക്കൊണ്ടിരിക്കും. നമ്മളറിയാതെ തന്നെ നമുക്ക് ഭാവമാറ്റം ഉണ്ടാകും. നമ്മൾ വെറുതെ ഇരുന്ന് കേട്ടാൽ മതി, അല്ല അത്രയേ ഉള്ളൂ. നമ്മളിപ്പം പറഞ്ഞത് പറയാനോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ കഥകൾ അറിയില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, തൊഴുന്നുണ്ട്, അവിടെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ, അതൊക്കെ ഭഗവാൻ തരുന്നുണ്ട്, അങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെയല്ല, ഭഗവാൻ നമുക്ക് എല്ലാം തരും. പക്ഷെ ഭഗവാൻ നമ്മൾ എന്താ കൊടുക്കണേ? നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഭഗവാൻ ഇതെല്ലാം ഭഗവാൻ തന്നാണ് ഈ കാര്യങ്ങളെല്ലാം. ഏതാ? ഈ വെള്ളം, വെളിച്ചം, കറണ്ട്, ശക്തി, നമുക്ക് കിട്ടുന്ന ആഹാരങ്ങൾ, യജ്ഞങ്ങൾ ചെയ്തിട്ടാണ്. ആ യജ്ഞങ്ങൾ ചെയ്താൽ മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. അപ്പം യജ്ഞങ്ങൾ ചെയ്യണതുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിലെ പല സ്ഥലത്തും നാമയജ്ഞങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്യണത്. ആ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃഷി ഉണ്ടാവും.
കൃഷിയിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള അരി, നെല്ല്, ഗോതമ്പ് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ വിളയും. അപ്പോൾ അങ്ങനെയുള്ള യജ്ഞങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഭഗവാന് പറ്റി കൂടുതൽ അറിയുക, ഭഗവാന്റെ സേവനം ചെയ്താൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴേ ആ രോഗിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാനും ഡോക്ടർക്ക് പറ്റുള്ളൂ. അപ്പോൾ MBBS പഠിച്ച് ഡിഗ്രി എടുത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിൽ ഇരുന്നാൽ പറ്റുമോ? ആ ഡോക്ടർ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പല രോഗങ്ങളും ഇതേപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കലിയുഗത്തിൽ ഒരു മാരകമായ രോഗമാണ് എല്ലാവർക്കും പിടിപെട്ടിരിക്കുന്നത്, ജന്മമൃത്യു ജരാവ്യാധി. അതിൽ നിന്ന് മോക്ഷം കിട്ടാനുള്ള ഒരു ഡോക്ടർ, വലിയൊരു ഡോക്ടർ പറഞ്ഞു തന്ന കാര്യം എന്താ? സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം ഋഷികേശ സേവനം. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനായ ഋഷികേശൻ, ആ ഋഷികേശനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സേവിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കുമെന്നുള്ള മാറ്റം സംഭവിക്കുള്ളൂ. നമ്മളത് കുറേ നാൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വയമേവ ഒരു മാറ്റം സംഭവിക്കണമല്ലോ. അപ്പം ആ മാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർച്ചയുടെ നിരന്തരമായുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഭഗവത് ശ്യാമള ലെഫ്റ്റ് അപ്പം കഥകൾ പറഞ്ഞ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ, ഈ കലിയുഗം ഈ ലൗകികമാകുന്ന മാരക വിഷത്തെ അമൃതാണെന്നുള്ള ധാരണയിൽ അത് ആഗോളം പാനം ചെയ്യുവാണ്. ഈ കലിയുഗത്തിലെ ഭക്തി ഇല്ലാത്തവരെല്ലാം, ഭക്തി ഉള്ളവരും ഭൗതികതയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ലൗകികമാകുന്ന ആ മാരക വിഷം, അത് മാരക വിഷമാണ്. അത് ആദ്യം നമുക്ക് വളരെ രുചികരമായിട്ട് തോന്നും, ഏതാ ലൗകികമായ കാര്യങ്ങൾ. പക്ഷെ അവസാനം അത് വിഷമായിട്ടും തോന്നും. അതേസമയം ഭക്തി അല്ലെങ്കിൽ ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥകളൊക്കെ നമുക്ക് ആദ്യം വളരെ ചവർപ്പായിട്ട് തോന്നും. ഇതിനെ നല്ലതാണ് TV കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ന്യൂസ് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ, വേറെ എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ തോന്നും. പക്ഷേ ആദ്യം കുറച്ചു നേരത്തേക്കുള്ള ആ വിഷം നമ്മൾ അത് പാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം കിട്ടും. പക്ഷെ അവസാനം അത് നമുക്ക് ആ വിഷം പോലെ തോന്നും. അത് ഓരോ ദിവസവും കൂടുതൽ ഇപ്പം ഫുൾ ടൈം ഫോണിലിരുന്നാൽ എന്ത് പറ്റും? കണ്ണിന് ദോഷം പറ്റും. പിന്നെ പല കാര്യങ്ങൾ അതിൽ കാണുന്നത് നമ്മുടെ കുട്ടികൾ കാണും, എന്ന് കാണാൻ പാടില്ലേ? മാരകമായ വിഷങ്ങളൊക്കെ കുടിച്ചും കഴിച്ചുകൊണ്ടാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോണതും അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ കാണാവുന്നതാണ്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആ ലൗകികമാവുന്ന മാരക വിഷത്തെ അമൃതാണെന്നുള്ള കൊണ്ട് പോലെ കുടിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഓരോ മാതാപിതാക്കന്മാരുടെയും താല്പര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ലൗകികമാകുന്ന മാരക വിഷം അമൃതാണെന്നുള്ള ധാരണയിൽ പാനം ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതമാകുന്ന ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതാണെന്ന് നമുക്ക് കരുതണം, അല്ലേ? നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്, ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണെന്നുള്ള ചിന്തയിലൂടെ ജീവിക്കുക എന്നാണ് ആചാര്യന്മാർ. കാരണം നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഭഗവാന്റെ സേവനങ്ങൾ, നാമജപങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വൈകുന്നേരം ഒന്ന് നോക്കണം. അതാണ് നമ്മുടെ സർവീസ് ബുക്ക്. യമരാജാവിൻ്റെ സെക്രട്ടറിയുടെ പേരെന്താ? ചിത്രഗുപ്തൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം ചെയ്തു, ഏത് നരകത്തിലേക്കാണ് നമ്മളെ പോകേണ്ടത്, അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിലേക്കാണോ എന്നെല്ലാം സർവീസ് ബുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചെയ്യുന്ന പ്രവൃത്തികളും ആ സർവീസ് ബുക്കിൽ ഓരോ ദിവസവും എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എഴുതിക്കൊണ്ടിരിക്കുക ചിത്രഗുപ്തൻ. ഇന്നത് ചെയ്തു, ഇന്നത് പറഞ്ഞു, ഇന്ന ഭാഗം ചിന്തിച്ചു, അല്ലെങ്കിൽ ആ ആളിനോട് കോപമായിട്ട് പെരുമാറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിത്രഗുപ്തൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതനുസരിച്ചുള്ള അവിടെ ലാസ്റ്റ് ഡേയിൽ സർവീസ് ബുക്ക് കിട്ടുമ്പോൾ നമുക്ക് പ്രൊമോഷൻ വേണോ, ഡീപ്രൊമോഷൻ വേണോ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ തന്നെ ഇരിക്കണമെന്നൊക്കെ ആരോ ചിന്തിക്കണം. ചിത്രഗുപ്തൻ പറയും. അപ്പം അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ധർമ്മം അനുഷ്ഠിച്ച്, നമ്മുടെ സ്വധർമ്മം കലിയുഗ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിഷ്ണു ലോകം പോവാം. അതല്ലെങ്കിൽ നമുക്ക്
പല പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന പാപലോകത്തേക്ക്, യമലോകത്തേക്കൊക്കെ പോകേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലൗകികമാവുന്ന മാരകവിഷത്തെ അമൃതാണെന്നുള്ള ധാരണയിൽ പാനം ചെയ്തു ജീവിതമാകുന്ന ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും മരിച്ചോ, ഓരോതെങ്കിലും ദിവസം മരിക്കും. ഇന്ന് ഞാൻ നാളെ നീ എന്നാ പറഞ്ഞത്. ഇന്ന് ഞാൻ നാളെ നീ പാദപക്കത്തെ മരത്തിൻ കരുതൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. അതാണ് പറഞ്ഞത്. എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാനാണോ നാളെ നീയാണ്. അപ്പം ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറഞ്ഞും വീണും പല രീതിയിലൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാൻ വഴിയുണ്ട്. കാരണം ഭക്തന്മാരായുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഭഗവാന്റെ ഈ ജീവിതമാകുന്ന ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് എന്നുള്ള അത്രയും വേഗത്തിലാണ് വാർദ്ധക്യത്തിൻ്റെ വരവും പോകും അല്ലേ. ഇന്നൊക്കെ ഈ വർഷത്തിൽ നമ്മൾ ഭയങ്കര ആരോഗ്യകരമായിട്ടിരിക്കുന്നു. അടുത്ത വർഷം ഇതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചില പല്ലൊക്കെ പൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ മുടി നരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ രക്തഓട്ടത്തിന് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ശരീരം ക്ഷയിച്ച് എൻ്റെ ഇന്ദ്രിയങ്ങൾ വളരെ അശക്തരായിരിക്കുന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ വളരെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയുസ്സുള്ളതും അല്ലെങ്കിൽ ഭഗവാൻ ആരോഗ്യമുള്ള കാലത്ത് അല്ലെങ്കിൽ നാവ് പൊങ്ങുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുക. ഇന്ദ്രിയങ്ങൾ നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ അമ്പലത്തിൽ പോവുക, ഗുരുവായൂർ വരിക, അല്ലെങ്കിൽ ഞായറാഴ്ച സത്സംഗമുണ്ട് ഇസ്കോൺ ഗുരുവായൂരിൽ, അവിടെ വരിക, സത്സംഗത്തിൽ പങ്കുചേരുക. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതാണ് ഭഗവാൻ ഇപ്പോഴും പറയുന്നത്. സത്സംഗം, നാമസങ്കീർത്തനം, ഭജനക്രിയ, കഥകൾ കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിനെ ചിത്തം ശുദ്ധിയാക്കും, ചിത്തത്ത് മനഃശാന്തി അനുഭവപ്പെടും. അങ്ങനെ ഭക്തിയുടെ ആത്മജ്ഞാനത്തിനെയും കണിക പോലുമില്ലാത്ത എനിക്കിപ്പോൾ എന്ത് സഹായമാണ് ലഭിക്കുന്നത്? ഇപ്പം ലൗകികമായെന്ന ആ മാരക വിഷം കുടിച്ച് കുടിച്ച് പറയുകയാണ്, ഭക്തിയുടെ ആത്മജ്ഞാനത്തിൻ്റെയും കണിക പോലുമില്ലാത്ത എനിക്കിപ്പോൾ എന്ത് സഹായമാണ് ലഭിക്കുന്നത് ചോദിക്കുകയാണ്. പതീതരുടെ സുഹൃത്തായ ഹേ ഭഗവാനെ, അങ്ങ് മാത്രമാണ് എനിക്കിപ്പോൾ തുണയായിട്ടുള്ളത്. ഞാൻ തീർച്ചയായും പതീതനും നിരാധവനുമാണ്. അതിനാൽ ദയവായി എന്നെ ഉയർത്തി അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ പ്രതിഷ്ഠിച്ചാലും എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ പ്രതിഷ്ഠിച്ചാലും എന്നുള്ള ആ ഒരു ഇതിലാണ് മുകുന്ദമാല സൂക്തത്തിൽ ഒരു വളരെ സുന്ദരമായ ശ്ലോകമുണ്ട്. അതാണ് ഇതം ശരീരം പരിണാമപേശലം പദത്യവശ്യ ശതഗന്ധി ജർജരം കിം ഔഷധം പൃച്ഛസി മൂഢ ദുർബധേ നിരാമയം കൃഷ്ണരസായനം പിബ. അപ്പൊ ഈ ശരീരമാറ്റങ്ങൾക്ക് വിധേയമായിട്ട് കൊണ്ടിരിക്കുന്ന അന്തിമമായി ഇതിനെ നൂറുകണക്കിലുള്ള സന്ധികളുടെ ശക്തി നശിച്ച് നീ പതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഹേ ദുർബുദ്ധിയായ മൂഢ, അതാണ് ആരെയാ മൂഢ എന്ന് വിളിക്കുന്നത്? ലൗകിക നിലയിൽ മുഴുകി ജീവിക്കുന്നവരെ എല്ലാവരെയും, ബത്താത്മാക്കളെ എല്ലാവരും മൂഢന്മാരാണ്. കാരണം ബന്ധനത്തിൽ കിടക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്ന് കിടക്കുന്ന ആ ഒരു ജയിൽ ദുഃഖാലയം അശാശ്വതം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെപ്പറ്റി ചിന്തിക്കണില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ഹേ ദുർബുദ്ധിയായ മൂഢ, എന്ത് ഔഷധമാണ് നീ ആവശ്യപ്പെടുന്നത്? വിഷമിക്കാതെ ഒരിക്കലും വിഫലമാകാത്ത ആ കൃഷ്ണരസായനം ഔഷധം പാനം ചെയ്യാനാണ് പറഞ്ഞത്. അതാണ് കൃഷ്ണരസായന ഔഷധം എന്ന് പറയുന്നത്. എല്ലാത്തിനുമുള്ള ഒറ്റമൂലിയാണത്. സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം ഋഷികേണ ഋഷികേശ സേവനം. അത് പാനം ചെയ്യണം. അതാണ് പറഞ്ഞത് ഇതം ശരീരം പരിണാമപേശലം പതന്തി വശ്യം ശതസന്ധി ജർജരം കിം ഔഷധം. ഓരോ സന്ധികളും നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മളെന്താ? കിം ഔഷധം പൃച്ഛസി ഗൂഢനുർമ്മതേ നിരാമയൻ കൃഷ്ണരസായനം പിബ. ആ കൃഷ്ണരസായനം കുടിക്കാനാണ് പറഞ്ഞത്. അതാണ് വരാൻ പോകുന്ന വാർദ്ധക്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ യൗവനം മിക്കപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല അല്ലേ. യൗവനത്തിൽ നമ്മൾ പല പല വേലത്തരങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കും ആർത്തുല്ലസിച്ച്. പക്ഷെ ആത്മീയമായ അനുശാസനങ്ങൾ ജീവിതം ആസ്വദിക്കാൻ അറിയാതെ പഴഞ്ചന്മാർക്കുള്ളതാണെന്ന് തീവ്ര വികാരമുള്ള ചെറുപ്പക്കാർ തെറ്റിദ്ധരിക്കും. ചിലർ പറയും ഇതൊക്കെ പ്രായമായിട്ട് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ഇതൊന്നും കേൾക്കണ്ട, ഇപ്പം അമ്മ
ആ ടി വി കണ്ടുകൊണ്ട് ആര് ജയിച്ചു, പാർട്ടിയിൽ ആര് ജയിച്ചു, ജയിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ നടക്കണ്ടെന്നൊക്കെ നോക്കാൻ പറയും. ഇതൊക്കെ സമയത്ത് എന്താ തീവ്ര വികാരമുള്ള ചെറുപ്പക്കാർ, അതായത് ഇന്നത്തെ തലമുറയുടെ വിശേഷങ്ങളായി പറയണം. പക്ഷെ അങ്ങനെ നിരവധി പേർ ഇത്തരം തിന്നുക, കുടിക്കുക, രമിക്കുക എന്ന തത്വത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മൂന്തമാല സ്തോത്രം കുലശേഖര രാജാവ് ഈ ഇതിലൂടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതാണ്: കൃഷ്ണരസായനം പിബതര കൃഷ്ണരസായനം ആ കർണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനാവുന്നത്. അതായത് നമുക്ക് പ്രായം കൂടി വരും നമ്മുടെ ആസ്വാദനം കുറച്ച്, നമ്മുടെ ഭൗതികമായിട്ടുള്ള ആസക്തി കുറച്ചുകൊണ്ട് ആത്മീയമായിട്ട് നമ്മൾ പുരോഗമിക്കണം. അതാണ് നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ടത്. ആത്മീയമായ പുരോഗതി നമുക്ക് എന്നും രാത്രി നോക്കണം. നമ്മൾ ഇന്ന് എത്ര മാല ജപിച്ചു, 16 മാല ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചോ എന്ന് ആദ്യം നോക്കണം. കാരണം കലിയുഗത്തിലെ പരമമായ യുഗധർമ്മമാണ് ഹരിനാമ സങ്കീർത്തനം. ഹരേ നാമ ഹരേ നാമ ഹരേ നാമ ഇവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. വേറൊരു ഗതിയില്ല. ആർക്കെങ്കിലും എന്തായാലും ശക്തിയുണ്ട്. ഭഗവാന് മാത്രമേ ഇതെല്ലാം സംരക്ഷിക്കാനും നമ്മളെ ഏത് രീതിയിലേക്കൊക്കെ വിടണം, ഏതെല്ലാം വഴിയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരേണ്ടതുണ്ട് എന്നുള്ള ഭഗവാന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ആ ഹരേ നാമ ഹരേ നാമ ഹരേ നാമ ഇവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. ആ 3 പ്രാവശ്യം ഊന്നി പറയുക. കാരണം കലിയുഗത്തിലെ ആൾക്കാരോട് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും കേൾക്കില്ല. എന്താ കാര്യം? മന്ദ സുമന്ദ മതയോ പ്രായേണ അല്പായുഷു സഭ്യകലാസ്മിൻ യുഗേജന മന്ദ സുമന്ദ മതയോ മന്ദഭാഗ്യാവതൃത. മന്ദബുദ്ധികളാണ്, അല്പായുസുക്കളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ 3 പ്രാവശ്യം പറയുകയാണ്, ഊന്നി പറയുകയാണ് അല്ലേ. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് നമ്മളിപ്പം പല്ലുവേദനയ്ക്ക് ചെന്നാൽ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും. എന്താ പല്ലുവേദന? അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് 6 മണിക്ക് ചെല്ലണം അപ്പോയിൻമെൻ്റ് എന്നുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യും. പക്ഷെ ഇവിടെ സൂമിൽ മീറ്റിങ്ങിന് ഇങ്ങനെയുള്ള ഭക്തി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് 8:30-ക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേര് 8:30-ക്ക് തന്നെ ജോയിൻ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടായി കയറാം. അല്ലെങ്കിൽ എന്നുള്ള ചിന്താഗതിക്കാർ നമ്മുടെ ഉള്ളവരല്ല പറഞ്ഞത്. നമ്മുടെ ഉള്ളവരെല്ലാം പരമഭക്തന്മാരാണ്. അതുകൊണ്ട് അത് ഒന്നുമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള അടുത്ത ക്ലാസ്സിൽ ഇരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഈ കലിയുഗത്തിലെ ആൾക്കാരുടെ ഭൗതികതയിൽ നിന്ന് നിൽക്കുന്ന, കാരണം മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. അമൃതിന് തുല്യമായ ഭഗവാൻ നാരായണന്റെ നാമങ്ങൾ ഉപേക്ഷിച്ചിട്ട് വിഷം കഴിക്കുന്നതിന് തുല്യമായ മറ്റു വിഷയങ്ങൾ സംസാരിക്കുകയാണ് അല്ലെ. വീട്ടിലായാലും നാട്ടിലായാലും സമൂഹത്തിലായാലും നമ്മുടെ ധർമ്മം മറന്നുപോയി. ഭാഗവത സപ്താഹത്തിന് പോകും, അവിടെ പോയി ഇരിക്കും, കുറച്ചു നേരം കേൾക്കും, ഉച്ചയ്ക്ക് പ്രസാദം കഴിച്ചിട്ട് പോരും. ഇതാണ് ധർമ്മം അല്ല. ഭാഗവതം നമ്മൾ നിരന്തരം വായിക്കണം, നിരന്തരം കേൾക്കണം. ഭാഗവതം ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്നാണ്. ആരാ ശരിയായിട്ടുള്ള സ്രോതസ്? അതായത് ഭഗവാന്റെ അടുത്തുനിന്ന്. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത കണ്ടിട്ടില്ലേ? യഥാരൂപം ഭഗവാൻ അർജുൻ എന്തുപദേശിച്ചു കൊടുത്തു, അതാണ് ആ ശ്രീമദ് ഭഗവത്ഗീത ശ്രീല പ്രഭുപാദിൻ്റെത്. അപ്പം അതേപോലെ ഭഗവാൻ എന്താണോ കലിയുഗത്തിൽ വേണ്ടത്, നമുക്ക് യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഭഗവാന്റെ നാമത്തിലേക്ക് വിധിച്ചു പോകുമ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രം എന്താ? ഭഗവത്ഗീത, ഭാഗവതം. ഇതെല്ലാം ഈ കലിയുഗത്തിലെ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുക, വായിക്കുക വിവേകത്തോടു കൂടി. കാരണം നമുക്ക് വിവേക ബുദ്ധിയുണ്ട്, പട്ടിയും മറ്റുള്ള മൃഗങ്ങളോ ഒന്നുമല്ല. വിവേക ബുദ്ധിയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അപ്പൊ അത് നമ്മൾ നിരന്തരം ഈ നാരായണന്റെ നാമങ്ങൾ, ഭഗവാന്റെ നാമം, ഹരിയുടെ കീർത്തനം, ഹരിയുടെ ഗർജനം കേൾക്കുന്ന മാത്രയിൽ സർവ്വഭാവങ്ങളും ഹനിക്കുമെന്നാണ്. ആ ഗർജനം അത്രത്തോളം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇതെല്ലാം ആണ് കലിയുഗത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കണം, ഭഗവത് സേവനം ചെയ്യണം. ഭഗവാന് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി എന്നാണുള്ളത്. ഇതൊക്കെ അർപ്പിക്കണം. എന്നാൽ നമ്മുടെ ഗൃഹസ്ഥ ലൈഫിൽ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കും കൂടെ വേണം. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ഉപദേശിച്ചത് എന്താ? യു ഡു യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. നിന്റെ ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് നിന്റെ ധർമ്മം അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്.
നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പോയി തപസ്സിരിക്കാനോ ഹിമാലയത്തിൽ പോയി നാമം ജപിക്കാനോ അല്ല പറഞ്ഞത്. നിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ കൃഷ്ണ ഈ സെൻറ്റർ, ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട്, ഭഗവാൻ സെൻറ്റർ ആണെന്നുണ്ട്. ഭഗവാന്റെ നാമജപവും ഭഗവത് പാരായണവും നാമജപവും ഒക്കെ നമ്മുടെ പ്രൈം ഡ്യൂട്ടി ആയിരിക്കണം. അതാണ് നമ്മുടെ ധർമ്മം. അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ. അതാണ് ധർമ്മ സുനിശ്ചിത പുംസ വിശ്വസേന കഥാസുവികാനോത്പാദയന്തോം രതി ശ്രമയേ വൈവി കേവലം. അതിനോട് ആകർഷണം ഇല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തോട്, ഭഗവത് നാമജപത്തോട്, ഭക്തന്മാരോട്, അല്ലെങ്കിൽ ഏകാദശി വ്രതങ്ങളോട്, അല്ലെങ്കിൽ ഭാഗവത്തിനോട്, ഇതിനോടൊന്നും അട്രാക്ഷൻ ആ രീതി എന്നുണ്ട്. ധർമ്മസ്വനിശ്ചിത പുംസ വിശ്വസേന കഥാസുവിക നോത്പാദയന്തോം രതി ശ്രമയേ വൈവി കേവലം. പിന്നെ നമ്മുടെ സമയം പാഴാക്കലായിരിക്കും എന്നാണ് പറയണത്. അതുകൊണ്ട് എല്ലാവരും ആ ഭഗവാൻ ഗോവിന്ദൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ നാമജപത്തിലും എവിടെയുണ്ടോ, എവിടെ ഭഗവാന്റെ നാമജപമുണ്ടോ, വീട്ടിലായാലും കാട്ടിലായാലും അല്ലെങ്കിൽ സത്സംഗത്തിലായാലും, നാരദമുനിയുടെ മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ടതായ ആ പരമശ്രേയസ് എല്ലാവരും സാധിച്ചെടുക്കുക. അതാണ് മൽഭക്ത എത്ര ഗായന്തി തത്ര നിഷ്ഠാഭി നാരദ. അതാണ് പറയുന്നത്. എവിടെ നാമജപമുണ്ടോ അവിടെ വൈകുണ്ഠമാക്കി തീർക്കാം. ആ ഭക്തി ഒരു ലഹരിയാണ്. ആ മാദകങ്ങളായ ഈ ഇന്നത്തെ അതെല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിന്ന് ലഭിക്കുന്ന ആ രക്തത്തിലെ ഇരച്ചു കയറുന്ന ലഹരി അല്ലത്. എന്താണ്? ഭൗതിക ശരീരത്തിൻ്റെയും കടന്ന് ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു ലഹരിയാണ് ആനന്ദ ലഹരി. അതാണ് ഭക്തി കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് നാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ മന്ത്രം 16 മാല 108 പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാനെ ഏതെല്ലാം രീതിയിൽ സേവിക്കാമോ അതെല്ലാം സേവിക്കാം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേശ്ചതി. ഇങ്ങനെയുള്ള അതാണ് ചൈതന്യ മഹാപ്രഭുവാണ് ചേതോദർപ്പണ മാർജനം. നമ്മുടെ ഉള്ളിലുള്ള ആ അഴുക്കെല്ലാം കഴുകിക്കളയുക. എങ്ങനെയാണോ കണ്ണാടിയിലെ അഴുക്കെല്ലാം കഴുകിക്കളയുന്ന പോലെ ചേതോദർപ്പണ മാർജനം ഭവമഹാദാവാഗ്നി നിർവാപനം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതോ ജീവനം ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. അപ്പോൾ ഈ ലൗകികമാവുന്ന മാരക വിഷത്തെ അമൃതാണെന്നുള്ളത് രീതിയിൽ പാനം ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഭൗതികവാദികളോട് ആരായാലും ഭഗവാന്റെ നാമം ജപിച്ച്, കാരണം നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. എന്നാണോ അവസാനിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നും ഭഗവാന്റെ നാമജപവും കീർത്തനങ്ങളും ഭഗവത് സേവനങ്ങളും നമ്മുടെ നിത്യമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധനായിട്ടുള്ള സത്സംഗത്തിലൂടെ അവസരം ലഭിച്ചാൽ അതും ചെയ്യുക. അപ്പൊ കൃഷ്ണനോടുള്ള ആകർഷണം ഉണ്ടാവും. ആരാണ് കൃഷ്ണൻ, എന്താണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഭക്തി ഉണ്ടാകുമ്പോൾ ജ്ഞാന വൈരാഗ്യങ്ങൾ ഒക്കെ പോവും. അതിനെന്താ സങ്കീർത്തനാണ് ചെയ്യേണ്ടത്. നാമസങ്കീർത്തനം ആണ്. നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനോ പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരീംബരം. ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചെയ്യലാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതന ധർമ്മം അല്ലെങ്കിൽ കലിയുഗ ധർമ്മം. ഈ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ളതാണ്, ആചരിക്കാനുള്ളതാണ്. അതെല്ലാവർക്കും കൂടുതൽ നാമം ജപിക്കാനും ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് നമ്മുടെ ചിത്തം ശുദ്ധിയായി ഭഗവാന്റെ സേവനങ്ങൾ എന്നും ചെയ്യാനും. കാരണം ഈ മന്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ മന്ത്രങ്ങളാണ്. ഓരോ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു മഹാമന്ത്രം എന്നാണ് പറയുന്നത്. ഈ മഹാമന്ത്രം ശത്രുഛേദൈക മന്ത്രം. ശത്രുക്കളെയൊക്കെ ഛേദിക്കുന്നതാണ്. എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളെല്ലാം ആ ശത്രുക്കളെയാണ് ഛേദിക്കുന്നത്. അല്ല നമ്മുടെ അടുത്ത വീട്ടുകാരെയോ മറ്റുള്ള ശത്രുക്കളെയൊന്നുമല്ല. ശത്രുഛേദൈക മന്ത്രം സകല ഉപനിഷത്ത് സമ്പൂജ്യ മന്ത്രം. എല്ലാ പരിപാവനമായ ആ മന്ത്രം എല്ലാവിധമായ അനർത്ഥങ്ങളെയും മാറ്റി നമ്മുടെ ചിത്തത്തിലൂടെ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിലൂടെ നമുക്ക് കൂടുതൽ കാരണം പറയുന്നുണ്ട് എന്താ, ഹേ കൃഷ്ണ, എൻ്റെ മനസ്സാകുന്ന രാജഹംസം ഇപ്പോൾ തന്നെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ പ്രവേശിക്കട്ടെ എന്നർത്ഥം. മരണവേളയിൽ
കണ്ഠം എന്താ പിത്തം കഫം വാദമൊക്കെ തടസ്സപ്പെടുമ്പോൾ എങ്ങനെ നാമം ജപിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതുകൊണ്ടാണ് കൃഷ്ണ കൃഷ്ണ ഉണ്ട്. ഇപ്പോഴേ എനിക്ക് തൊണ്ടയിൽ കഫം വന്നു. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്വൈതമേ വിഷമിതു മാനസരാജഹംസം പ്രാണപ്രയാണ സമയേ കഫവാദപിത്തൈ കണ്ഠാവരോധനവിധൗ സ്മരണം ഉദസ്തേ. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ഠങ്ങളൊക്കെ ഇടറും, കഫം പിത്തം വാദം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴാണ് നമ്മുടെ ശരീരം എന്നൊക്കെ നിലയ്ക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ഭക്തിയും നാമജപവും കൂടുതൽ സത്സംഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിലെത്തി ഇനിയും അടുത്ത ജന്മവും ഭഗവത് സേവനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതാണ് നമുക്ക് ഭഗവത് സേവനമാണ് വേണ്ടത്. ആ മന്ത്രം അതാണ്. പല മന്ത്രങ്ങളുണ്ട്. പക്ഷെ ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേതാ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകം നാംനാം കലി കൽമഷനാശനം അഥ പരതരോപായം സർവവേദേഷു വെച്ചത്. എല്ലാ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പ്രചരിക്കുന്ന മഹാമന്ത്രമാണ്. ശത്രുച്ഛേദൈക മന്ത്രം, സകല ഉപനിഷത് വാക്യ സമ്പൂജ്യ മന്ത്രം, സംസാരോ ഛേദമന്ത്രം, സമുചിത തമസംഗ നിര്യാണ മന്ത്രം, സർവ ഐശ്വരിക മന്ത്രം, വ്യസന ഭുജക സന്തുഷ്ട സന്ത്രാണ മന്ത്രം. ജിഹ്വേ, നാവിനോട് അഭ്യർത്ഥിക്കുക, പറയുകയാണ്, അടിച്ചു പറയണം രാവിലെ എണീറ്റ്. ശ്രീകൃഷ്ണ മന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യ മന്ത്രം. ആ ജന്മസാഫല്യത്തിന് ഉപകരിക്കുന്ന ആ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കൂ എന്നാ പറയുന്നത്. അതുകൊണ്ടെല്ലാം ഈ കലിയുഗത്തിൽ ഈ മഹാഗുണാണ്. എന്താ? കലേർദോഷ നിധേരാജനഷ്ടിഹേതോ മഹാഗുണ. എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘപരം പ്രതി. അതെല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ തിരുനാമം ഹരിയുടെ കീർത്തനം ജപിക്കാനും ഭഗവത് സേവനം ചെയ്യാനും അങ്ങനെ ഭക്തിയിലേക്ക് വരാനും എല്ലാവർക്കും ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ക്ഷമിക്കണം, ഒരു 8 മിനിറ്റ് താമസിച്ചു അല്ലേ? 9:38 9:00 നിർത്തണേ. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുജി. പ്രഭുജി, എനിക്കൊരു സംശയം.